ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു കറിയുടെ റെസിപ്പി ആട്ടോ. നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ചഴിക്കാൻ പറ്റിയ ഒരു മാങ്ങ കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഉണക്കമീനും അതേപോലെ തന്നെ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ കറി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കൊണ്ട് തേങ്ങ അരച്ച് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് വലിപ്പത്തിലുള്ള മാങ്ങയൊന്നുമല്ല, ഒരു മീഡിയം സൈസിലുള്ള 3 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അയലയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കയിലയോട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്കയിലയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ചെമ്മീൻ, അത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ അയല എടുത്തതേ ഉള്ളൂ. എടുത്ത് വെച്ചിരിക്കുന്ന 3 മാങ്ങയും ഇതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതുമല്ല എന്ന് ഒരുപാട് വലുതുമല്ല, ഈ ഒരു വലുപ്പത്തിൽ മാത്രം മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. എടുത്ത് വെച്ചിരിക്കുന്ന അയലയും ഞാൻ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് കറിയൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരൊറ്റ അയലയ്ക്കുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അയല ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, നമ്മുടെ മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കാണും. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അടുത്തേക്ക് അത്യാവശ്യം എരിവുള്ള നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അതേപോലെ തന്നെ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെ എരിവും കൂടി ഒന്ന് നോക്കിയാൽ വേണേ. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് നല്ല പോലെ തന്നെ നമ്മുടെ ഈ അയല ഒന്ന് വേവിക്കാനായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കറിവേപ്പില എടുത്തപ്പോൾ അതിൻ്റെ 2 തണ്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം അത്രയും മതിയാവും. അയല നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. കണ്ടോ, ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യമേ അയലയും മാങ്ങയും ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടും ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ഉണക്കയിലേക്ക് നല്ല ഉപ്പുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. കണ്ടോ, നമ്മുടെ അയലയൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അയല നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങയും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വെന്ത് വരണം. അപ്പോൾ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല, ഒരു 2-3 തിള നന്നായിട്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂ. കണ്ടോ, ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ മാങ്ങയും കൂടി ഇട്ടപ്പോൾ നന്നായിട്ട് തന്നെ വന്നത്. അപ്പോൾ ഇനി വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. മാങ്ങയും കൂടി ചേർക്കുമ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാങ്ങ അവിടെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ ഒപ്പത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ, ഇത്രയും മതി. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ മാങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, മാങ്ങ ഒന്ന് 2 തിള തെളിച്ചപ്പോഴേക്കും ശരിക്കും അങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നമ്മുടെ തേങ്ങയുടെ അരപ്പ്, അതും കൂടി ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് പെട്ടെന്ന് കുറുകി വന്നോളും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ തേങ്ങ അരപ്പും മാങ്ങയും അതേപോലെ തന്നെ അയലയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കടുക് താളിച്ചിടാം. കണ്ടോ, എല്ലാ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അയലക്കറിയൊക്കെ മാങ്ങയൊക്കെ ഇട്ട് മീൻകറി വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണക്കയല ചേർത്ത് അതേപോലെ തന്നെ ഉണക്കമീനൊക്കെ ചേർത്ത് കറി വയ്ക്കുമ്പോൾ കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണയാണല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉലുവയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് കടുകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലേക്ക് കുഞ്ഞുള്ളി അതേപോലെ തന്നെ നമ്മുടെ 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഈ സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കുഞ്ഞുള്ളി എടുക്കുമ്പോൾ ഒരു 4-5 എണ്ണം അത്രയും മാത്രം മതിയാവും. അതേപോലെ തന്നെ വറ്റൽമുളകാണെങ്കിലും ഒരു 2-3 എണ്ണം മാത്രം മതി.
പതുക്കെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് നേരെ അങ്ങ് താളിപ്പൊഴിച്ചാൽ മാത്രം മതിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കയിലയും മാങ്ങയും വെച്ചിട്ടുള്ള കറി എന്ന് പറയുന്നത്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കറിയും കൂടിയാണ്. അപ്പോൾ സാധാരണ ഉണക്കമീനൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒന്ന് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ ഉണക്കയിലയുടെയും അതേപോലെ തന്നെ മാങ്ങയുടെ പുളിയും തേങ്ങാരപ്പും കടുക് താളിപ്പും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.